ഹായ്, ഇന്ന് നമുക്ക് സോസ്റ്റൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ? ഇതാണ് സോസ്റ്റൽ പൂമ്പാറ. പൂമ്പാറ സിറ്റിയിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. സിറ്റി എന്ന് പറയാൻ പറ്റില്ല, പൂമ്പാറ വില്ലേജിൽ നിന്നും 3.5 കിലോമീറ്റർ ഉണ്ട്. സോസ്റ്റലിൻ്റെ ആപ്പ് വഴിയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. സോസ്റ്റലിൻ്റെ വെബ്സൈറ്റോ ആപ്പോ വഴി നമുക്ക് റൂം ബുക്ക് ചെയ്യാം. അപ്പോൾ ഇവർക്ക് ഇവരുടേതായ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പ്രൈവറ്റ് വാട്ടർഫോൾ ട്രെക്കിംഗ് ഉണ്ട്. അത് 2 കിലോമീറ്റർ വൺ വേ ട്രെക്കിംഗ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 250 ആണ് പ്രൈസ്. പിന്നെ വില്ലേജ് ടൂറുണ്ട്. വില്ലേജ് ടൂറിൽ സ്റ്റെപ്പ് ഫാമിംഗ്, പിന്നെ കളർഫുള്ളായിട്ടുള്ള പൂമ്പാറയിലെ വില്ലേജ് ഹൗസസും ഒരു 3000 ഇയേഴ്സ് ഓൾഡ് ടെമ്പിളും ഉണ്ട്. ലോക്കൽ മാർക്കറ്റും ഒക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതൊരു 350 പെർ പേഴ്സൻ്റെ പാക്കേജാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ റൂമിലേക്ക് പോവാണ്. ഇവിടെ പല തരത്തിലുള്ള റൂമുകളുണ്ട്. ഇപ്പം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സുപ്പീരിയർ റൂം വിത്ത് ബാൽക്കണി ആൻഡ് മൗണ്ടൻ വ്യൂ ആണ്. അത് ഏകദേശം റേഞ്ച് 3000 to 5000 വരും. ഓഫ് സീസണിൽ നമുക്ക് 2500 കിട്ടും കേട്ടോ. ഇതാണ് റൂം. ഇൻറ്റീരിയേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടുന്ന് പുറത്തേക്കൊന്ന് നോക്കിയാൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുകയെന്ന് നോക്കാം. അപ്പോൾ ബാൽക്കണിയിലിരുന്ന് വ്യൂ കാണാൻ പാകത്തിന് 2 ചെയർ ഇവിടെ ഇട്ടിട്ടുണ്ട്. നേരെ നമ്മൾ കാണുന്നത് ഒരു വാട്ടർഫോൾ വ്യൂ ആണ്. പക്ഷെ ഇപ്പം നല്ല കനത്ത ഫോഗ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ വാട്ടർഫോൾ കാണാൻ പറ്റുന്നില്ല. കുറച്ച് വെള്ള കളറിൽ അങ്ങ് ദൂരെ കാണുന്നില്ലേ, അതാണ് വാട്ടർഫോൾ. ആ വാട്ടർഫോളിലേക്കാണ് നമ്മൾ 2 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അടുത്താണെന്ന് തോന്നുന്നു. ഒന്ന് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അവിടെ 2 വീടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ, അതാണ് വാട്ടർഫോൾ. ആ വാട്ടർഫോളിൻ്റെ സൗണ്ട് നമുക്ക് ഇങ്ങ് വരെ കേൾക്കാം കേട്ടോ. അപ്പോൾ അവിടേക്ക് ട്രെക്ക് ചെയ്യണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. 250 പെർ പേഴ്സൺ ആണ്, കൊണ്ടുപോകും. പൂമ്പാറയിൽ നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പ് സമയത്ത് ഒരു ചൂട് കോഫിയോ ടീയോ ഒക്കെ കുടിക്കണമെങ്കിൽ അതിന് കെറ്റിലും കോഫി പൗഡറും ടീ പൗഡറും മിൽക്ക് പൗഡറും എല്ലാം ഉണ്ട്. പിന്നെ ഇത് വർക്ക് സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വർക്ക് ചെയ്യാം. ഇനി വാഷ്റൂമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. വാഷ്റൂമിന് ആവശ്യമുള്ള അമ്യൂണിറ്റീസ് എല്ലാം അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോട്ട് വാട്ടറും ഉണ്ട് കേട്ടോ. തണുപ്പായതുകൊണ്ട് ഹോട്ട് വാട്ടർ ഇല്ലെങ്കിൽ പറ്റത്തുമില്ല. നമ്മൾ വന്ന വഴിക്കൊക്കെ നല്ല കോടയായിരുന്നു. നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ടല്ലോ അല്ലേ. ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ലോണം കോട ആയിട്ടുണ്ട്. നമ്മൾ സ്ലൈഡിങ് ഡോർ തുറന്നിട്ടാൽ ഫുള്ള് തണുപ്പും റൂമിൻ്റെ ഉള്ളിലേക്ക് കയറും. ഹണിമൂണിനൊക്കെ നല്ല അടിപൊളി ഡെസ്റ്റിനേഷനാണ് കേട്ടോ സോസ്റ്റൽ. ഒന്നും പേടിക്കാതെ തന്നെ ഇവിടെ വരാം. നമ്മൾ വന്ന റോഡാണ് ദൂരെ കാണുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം എല്ലാം ഒലിച്ചൊലിച്ച് റോഡിലേക്ക് ചെല്ലുന്നതാണ്. അപ്പോൾ സമയം സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചത് ഉച്ചയ്ക്ക് കൊടൈക്കനാലിന് ലഞ്ച് കഴിച്ചതേ ഉള്ളൂ. പിന്നീട് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡോം സ്റ്റേ ഉണ്ട് കേട്ടോ. അതിൻ്റെ ലൈറ്റ്സാണ് ദൂരെ കാണുന്നത്. അതിലേക്കൂടിയാണ് നമുക്ക് ആ നേരത്തെ കണ്ട വാട്ടർഫോളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സോസ്റ്റലിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. സോസ്റ്റലിൽ റൂം ബുക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് പലരോടും അന്വേഷിച്ചപ്പോൾ പലരും പറഞ്ഞത് അത് ഫാമിലിക്ക് പറ്റിയ ഒരു പ്ലേസ് അല്ല. അധികവും ബാച്ചിലേഴ്സും സ്റ്റുഡൻസും ഒക്കെയാണ് സോസ്റ്റലിൽ വരുന്നത്. അപ്പോൾ ഫാമിലിക്ക് അത്ര സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല എന്നൊക്കെയാണ് റിവ്യൂ കേട്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ആണ് ഇവിടെ വന്ന് റൂം എടുത്തത്. പക്ഷേ ഈ പറയുന്നത് പോലെയൊന്നുമല്ല, നല്ല അടിപൊളി സ്ഥലമാണ്. ബാച്ചിലേഴ്സിന് താമസിക്കാൻ അവരുടേതായ ഫെസിലിറ്റീസ് ഉണ്ട്. ഫാമിലീസിന് താമസിക്കാൻ സുപ്പീരിയർ റൂം വിത്ത് ബാൽക്കണി ആൻഡ് മൗണ്ടൻ വ്യൂ റിസോർട്ടുകളും ഉണ്ട്. അല്ലാതെ നമുക്കിവിടെ വരുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പിന്നെ കയ്യിൽ കാറോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ടാക്സിയോ പിടിച്ച് വരണമെന്ന് മാത്രമേ ഉള്ളൂ. യാത്രാ സൗകര്യങ്ങൾ കുറവാണ്. അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പ്രശ്നം. അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നമുക്ക് ഓൺ കാറോ അല്ലെങ്കിൽ ടാക്സിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ അടിപൊളിയായിട്ട് താമസിക്കാം. ഇവിടെ വന്നപ്പോൾ നമുക്കൊരു 2 ദിവസം ഇവിടെ താമസിച്ചാലോ എന്ന് തന്നെ തോന്നിയായിരുന്നു. പക്ഷേ അത്രയും സമയം ലീവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നത്. റൊട്ടിയും മട്ടർ പനീറുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഒരുപാട് ഫുഡ് ഡിഷസ് ഒന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് കഴിക്കാവുന്ന എല്ലാ ഡിഷസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. കാരണം കുറേ ദൂരം വണ്ടിയൊക്കെ ഓടിച്ച് നമ്മൾ ടയേർഡായി. 3 മണിക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് പോകുന്നതല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇച്ചിരി ടയേർഡായി. പക്ഷേ പൂമ്പാറയിൽ വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ ഭയങ്കര റിഫ്രഷ് ആക്കുന്ന ഒരു കാലാവസ്ഥയാണ്. പിന്നെ ഒരു പട്ടിക്കുട്ടിയുണ്ട് ഇവിടെ. അവനാണ് ഇവിടുത്തെ എല്ലാം. ഇവിടെയുള്ള എല്ലാ ടൂറിസ്റ്റിൻ്റെയും കൂടെ എല്ലായിടത്തും പോവും. എല്ലാവരുടെയും ബോഡി ഗാർഡായിട്ടൊക്കെ നടക്കും. കുറച്ച് ഫുഡ് കൊടുത്താൽ പിന്നെ കക്ഷി പോവുകയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് പൂമ്പാറ സോസ്റ്റലിലെ
നൈറ്റ് വ്യൂ. ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം. സൂര്യരശ്മികൾ മുഖത്തേക്ക് അടിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. ഇനിയിപ്പോൾ എന്നെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത്ര മനോഹരമായ സ്ഥലത്തൊക്കെ വന്നിട്ട് രാവിലെ ഇങ്ങനെ കിടന്നുറങ്ങണത് ശരിയാണോ? രാവിലെ എഴുന്നേറ്റ് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പോകണ്ടേ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉള്ളിൽ കുത്തി എഴുന്നേൽപ്പിച്ച്. നല്ല തണുപ്പാണ് കേട്ടോ, അതുകൊണ്ട് സെറ്ററൊക്കെ ഇട്ടാണ് കിടന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ 2 കപ്പ് ബ്ലാക്ക് കോഫി അങ്ങ് ഉണ്ടാക്കി. കാരണം കോഫി പൗഡറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മിൽക്ക് ടീ പിന്നീട് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുത്ത വെളുപ്പാങ്കാലത്ത് ചെറിയ സൂര്യരശ്മികൾ ഏറ്റ് ബാൽക്കണിയിൽ മനോഹരമായ ഹിൽ വ്യൂവും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞത് നല്ല അടിപൊളി വൈബാണ്. സൂര്യൻ പതുക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. താഴെ പച്ചക്കറികളുമായിട്ട് പോകുന്ന ആൾക്കാരുടെ തിരക്കാണ്. അപ്പം നമ്മൾ ജസ്റ്റ് താഴേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുതിരയൊക്കെ ഉണ്ട്. ഇവിടെ വളർത്തുന്ന കുതിരകളാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർഫോളിലേക്ക് ഇറങ്ങാമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അറിയത്തില്ല ഇതിൽ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ടായിരുന്നു, അത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. അത് ആ ഡോം സ്റ്റേക്കാരുടെ ആട്ടോ. അപ്പോൾ അവർ വന്ന് തുറന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ല, ഇവിടുന്ന് നമ്മൾ പ്രൈവറ്റ് വാട്ടർഫോളിൻ്റെ ട്രക്കിംഗ് എടുത്ത് പോകണം കേട്ടോ. ഇനിയിപ്പോൾ അവർ വന്നാൽ അത് ഓപ്പൺ ചെയ്ത് തരുമോ എന്നറിയില്ല. നമുക്ക് ഇന്ന് തന്നെ നേരത്തെ തിരിച്ച് മന്നവന്നൂരും കൂക്കലും ഒക്കെ കാണേണ്ടത് കൊണ്ട് നമ്മളിവിടെ അധിക സമയം സ്റ്റേ ചെയ്തില്ല കേട്ടോ. താഴെ ആ വൈറ്റ് കളറിൽ ഒരു കൂടാരം പോലെ കാണുന്നില്ലേ, അതാണ് ഡോം സ്റ്റേ. അപ്പോൾ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകണം. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനേ ഒട്ടും തോന്നില്ലായിരുന്നു. ഒരു ഫുൾ ഡേ ഇവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മൾ അത്ര ദിവസം ലീവൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ മന്നവന്നൂരും കൂക്കലും ഒക്കെ പോവുകയും വേണം. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ തിരിച്ചു പോവാണ്. ഇനി നമ്മുടെ കോട്ടേജ് അല്ലാതെ ഇതിന് ജസ്റ്റ് മുകളിലേക്കും കൂടി ഒരു കോട്ടേജ് ഉണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു കോട്ടേജ് ഉണ്ട്, അത് കണ്ടായിരുന്നല്ലോ. ഇത് മുകളിലേക്കുള്ളൊരു കോട്ടേജാണ് കേട്ടോ. അപ്പോൾ ഈ മരത്തിൻ്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ കോട്ടേജാണ് ഏറ്റവും മുകളിലുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലായിടത്തിലും ആളുകളുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാം. ഇവിടെ കുറേ ചെടികളൊക്കെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹൈ റേഞ്ചിൽ കാണുന്ന പോലെ റോസാപ്പൂക്കളൊന്നും അധികം ഇല്ല കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റും പിന്നെ പ്ലേ ഏരിയയൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കാം. ഇവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് വെയിൽ കൊള്ളുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ പ്ലേ സോണൊക്കെ ഒന്ന് കാണാമേ. ഇത് ഇന്നലെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻ്റാണ് കേട്ടോ. രാവിലെ എല്ലാവരും വരുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ നമ്മളായിരിക്കാം ആദ്യം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നവർ. എല്ലാവരും പതുക്കെ വരത്തുള്ളൂ. കാരണം ഇവിടെ വരുന്നത് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. എല്ലാവരും ഒരുപാട് ഭയങ്കര ഹെക്ടിക് വർക്കിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു റിലാക്സേഷന് വേണ്ടി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ പതുക്കെയൊക്കെ പോകത്തുള്ളൂ. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോഴും അതിമനോഹരമായ കാഴ്ചയാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇവിടെ ക്യാരംസ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് പാട്ട് പാടാം. അങ്ങനെ എല്ലാ എൻജോയ്മെൻറ്റിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ടി വി ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒന്നും വന്നാൽ ആരും അങ്ങനെ ടി വി ഒക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പാട്ടൊക്കെ കേൾക്കും എല്ലാവരും. ഇനി നെക്സ്റ്റ് മുകളിലേക്ക് പോകാം. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇവിടെ കിടന്ന് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണാം, അല്ലെങ്കിൽ കിടന്നുറങ്ങാം. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. പിന്നെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ കാണാം. അങ്ങനെ അടിപൊളി സ്ഥലമാണ്. ഹോസ്റ്റലിൽ 3 ടൈപ്പ് ഓഫ് റൂമുകളാണുള്ളത്. ഒന്ന് ഡീലക്സ് 6 ബെഡ് ഫീമെയിൽ ഡോർമെറ്ററി ഉണ്ട്. അതിന് 1299 ആണ് അറൗണ്ട് വരിക. പിന്നെ ഡീലക്സ് ആൻഡ് 6 ബെഡ് മിക്സ്ഡ് ഡോർമെറ്ററി ഉണ്ട്. അത് ബോയ്സിനും ഗേൾസിനും മിക്സ്ഡ് ആയിട്ടുള്ള ഡോർമെറ്ററി ഉണ്ട്. അതിനും ഏകദേശം 1299 ആണ് റേറ്റ് വരിക. പല സമയത്തും ഈ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ.
പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത് സുപ്പീരിയർ റൂം വിത്ത് ബാൽക്കണി ആൻഡ് മൗണ്ടൻ വ്യൂ. ഇതിനൊരു ബിലോ 5,000 ആണ് റേറ്റ് വരിക. പക്ഷേ സീസൺ സമയത്ത് റേറ്റിൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്തത് ആലു പൊറോട്ടയാണ്. അതിൻ്റെ കൂടെ കേടും പിക്കിളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചോള ഭട്ടൂരയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചോള ഭട്ടൂരയുടെ കൂടെ പൂരിയും ചോള കറിയും തന്നിട്ടുണ്ട്. പിന്നീട് 2 കോഫിയും കൂടെയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാനും നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ആണ്. പൂമ്പാറയിലുള്ള ഹോസ്റ്റലിലേക്ക് സ്റ്റേ ചെയ്യാൻ വന്നാൽ ഒരു മെയിൻ പ്രോബ്ലം ഉണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് അഡിക്റ്റായി പോകും. പിന്നെ നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നത്തില്ല. അതാണ് മെയിൻ പ്രോബ്ലം. ഇവിടുന്ന് നമ്മളിനി തിരിച്ചു പോകണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. ഇനി ഒരിക്കൽ കൂടി നമ്മൾ ഈ പൂമ്പാറയിൽ സ്റ്റേ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും വരും. കുറച്ച് സമയമെടുത്ത് സ്റ്റേ ചെയ്യണം. പെട്ടെന്ന് ഇങ്ങനെ പോയിട്ട് വന്ന ഒരു രസമില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് മന്നവന്നൂർക്കും കൂക്കലിലേക്കും ഒക്കെയാണ്. പോകുന്ന വഴിക്ക് പൂമ്പാറ ഗ്രാമത്തിലെ കാഴ്ചകൾ കൂടി കാണാം. നമ്മുടെ പൂമ്പാറ ടു കൂക്കലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 1 hour റണ്ണിങ് ടൈം കാണിക്കുന്നത്. കൊടൈക്കനാലിൽ നിന്ന് പൂമ്പാറ വഴി കൂക്കലിലേക്കുള്ള വളരെ ഓൾഡസ്റ്റ് റോഡാണിത്. വേറെ പുതിയ റോഡ് അപ്പുറത്ത് വന്നിട്ടുണ്ട്, നല്ല റോഡാണ്. പക്ഷേ ഇത് നമ്മുടെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ മൗണ്ടൻസും കുറേ ഫാമിങ് ഏരിയാസ് ഒക്കെ ഉണ്ട്. കാരണം ഈ വഴിയിലൂടെ കുറേ ട്രക്കുകളും ജീപ്പുകളും എല്ലാം വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് പോകുന്ന രാത്രി നമ്മൾ കണ്ടു. അവിടെ ഹോസ്റ്റലിലുള്ള ആളോട് നമ്മൾ ചോദിച്ചായിരുന്നു കൂക്കലിലേക്കുള്ള വഴി ഏതാണെന്ന്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടുള്ള ഈ വഴിയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മുന്നോട്ട് പോയി നോക്കുമ്പം ഇതല്ല നല്ല വഴിയെന്ന് തോന്നുന്നു. അപ്പോൾ വഴിക്ക് വെച്ചുകൊണ്ട് ഒരാളോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, തിരിച്ചോ, ഇതല്ല, ഇതിനേക്കാളും നല്ല അടിപൊളി വഴിയുണ്ട്, നിങ്ങൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവുക, അപ്പം മെയിൻ റോഡിൽ ചെല്ലുമ്പോൾ ബോർഡ് കാണാം, അങ്ങനെ പോയാൽ മതി. ഇതാണ് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് കണ്ട വാട്ടർഫോൾ കേട്ടോ. അപ്പോൾ നമുക്ക് അതിലെ ട്രക്കിങ് പോകാൻ പറ്റിയില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. നമ്മളിവിടുന്ന് ട്രക്ക് ചെയ്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഒത്തിരി ടൈമാവും. താഴെ കൂണ് പോലെ കാണുന്നതാണ് ലെക്സി ഗ്ലാമ്പ്. അപ്പോൾ അവിടെ താമസിക്കുകയാണെങ്കിൽ വാട്ടർഫോളിനോട് കുറച്ചുകൂടി അടുത്തായിരിക്കും. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് മാത്രമേ ഉള്ളൂ. അറൗണ്ട് 17,000 ഒക്കെ പെർ ഡേ വരും എന്ന് തോന്നുന്നു. ലെക്സി ഗ്ലാമ്പിൻ്റെ ഗേറ്റ് ആണിത്. അവിടെ QR കോഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ ഉണ്ട് 9962159621. ഇതിനകത്ത് വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും എല്ലാം അവർ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോവാണ്. നേരത്തെ പോയ വഴി കൂടെ പോയില്ല കേട്ടോ. തിരിച്ചു പോരുന്ന വഴിക്ക് കണ്ട ചെറിയൊരു വാട്ടർ ബോഡിയാണ്. അതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെക്സി ഗ്ലാമ്പിൻ്റെ കൂടാരങ്ങൾ കാണാം. താഴെയും നിറയെ കൃഷികൾ ചെയ്തിട്ടുണ്ട്. ക്യാരറ്റാണെന്ന് തോന്നുന്നു ഈ സമയത്ത് അധികമായിട്ട് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് കൊടൈക്കനാലിൽ നിന്നും പൂമ്പാറ വന്ന വഴിക്ക് കണ്ട സെയിം കൃഷിത്തോട്ടങ്ങൾ തന്നെയാണ്. ആ സമയത്ത് നല്ല ഫോഗായിരുന്നതുകൊണ്ട് ഇവിടെ എന്താ അവർ കൃഷി ചെയ്തിരിക്കുന്നതെന്നൊന്നും കാണാൻ പറ്റിയില്ല. അധികവും ക്യാരറ്റും കോളിഫ്ലവറും ക്യാബേജും തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാം ചെറിയ ചെറിയ ചെടികളാണ്, ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് രാവിലെ തന്നെ ഇവരുടെ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങും. ആ പണി വൈകുന്നേരം ആകുമ്പോഴാണ് കേട്ടോ തീരാ. എല്ലാ കൃഷിത്തോട്ടങ്ങളോടും ചേർന്ന് കുഞ്ഞു കുഞ്ഞു വീടുകളുമുണ്ട്. പൂമ്പാറയിൽ എവിടെ നമ്മൾ നോക്കിയാലും എല്ലായിടത്തും കൃഷിത്തോട്ടങ്ങളാണ്. അങ്ങ് ദൂരെ ഒരു കുഞ്ഞു വീടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തമിഴ് ഇവർ പറയുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. കുറച്ച് കൊടും തമിഴാണെന്ന് തോന്നുന്നു. സാധാരണ കോയമ്പത്തൂർ സൈഡിലുള്ള തമിഴൊക്കെ ആണെങ്കിൽ കുറച്ച് മനസ്സിലാവും. ഇവർ കട്ട തമിഴാണ് പറയുന്നത് കേട്ടോ. എന്തോ പറഞ്ഞു, എനിക്കത് അത്ര പിടി കിട്ടിയില്ല. വന്നോളാനാണോ വരണ്ടാന്നാണോ എന്താണെന്നറിയില്ല കേട്ടോ. ചിരിച്ചുകൊണ്ടൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു അവർ, അതുകൊണ്ടാട്ടോ കാണിക്കാതിരുന്നത്. നമ്മുടെ ഹൾക്ക് ഇന്നലത്തെ യാത്രാക്ഷീണം മുഴുവൻ തീർത്ത് ഇന്ന് അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സൺ ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാൻ ഹൾക്കെന്ന് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവനിവിടെ നിർത്തിയിട്ടിട്ട് നമ്മൾ പൂമ്പാറയിലെ കാഴ്ചകൾ കാണുകയാണ്. ഇതാണ് പൂമ്പാറ വില്ലേജ്. തട്ടായിട്ടുള്ള കൃഷിത്തോട്ടങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ക്രയോൺസ് വാരി വിതറിയ പോലെയുള്ള മനോഹരമായ പല കളറിലുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളും വളരെ നിഷ്കളങ്കരായ മനുഷ്യരും നിറയെ കൊങ്ങിണി പൂക്കളുടെ മണവും നിറഞ്ഞ ഒരു അതിമനോഹരമായ ഗ്രാമമാണ് പൂമ്പാറ. മുന്നിൽ കാണുന്ന കല്ല് പ്രതിമകൾ പൂർവികരുടെ ഓർമ്മയ്ക്കാണെന്നും അവർ ഈ നാടിൻ്റെ കാവൽക്കാരാണെന്നുമാണ് വഴിയിൽ കണ്ട ഒരാൾ പറഞ്ഞത്.
എനിക്ക് അദ്ദേഹത്തിൻ്റെ തമിഴ് അങ്ങനെ മനസ്സിലായതാണോ എന്നറിയില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ശരിയായ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേരെ കേട്ടോ. അങ്ങനെ പൂമ്പാറ ഗ്രാമത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ വഴിയിൽ നിറയെ ഇതുപോലെ കളർഫുൾ പെയിൻറ്റുകൾ അടിച്ച നിറയെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. അധികവും പിങ്കും നീലയും കളറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. മുന്നിൽ കാണുന്ന ഈ കല്ല് പൂമ്പാറ എന്ന മനോഹരമായ ഗ്രാമത്തിലേക്കുള്ള എൻട്രിയാണ്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ടെമ്പിളുകളുണ്ട്. ഒരു 3000 വർഷം പഴക്കമുള്ള ടെമ്പിളും ഉണ്ട് കേട്ടോ. അവിടേക്ക് നമുക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഇനി എപ്പോഴെങ്കിലും പൂമ്പാറ കാണാൻ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മളവിടെ പോകും. വഴിയിൽ നിറയെ പൂക്കളും മറ്റ് സാധനങ്ങളും വിൽക്കുന്ന ചെറിയ ചെറിയ കടകളുണ്ട്. വെജിറ്റബിൾ ഷോപ്സ് ഒന്നും ഇവിടെ അധികം കാണാനില്ല കേട്ടോ. കാരണം എല്ലാ വെജിറ്റബിൾസും വലിയ വലിയ ലോറിയിലേക്ക് കയറി പുറത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. ഇത് വഴിയിൽ നിന്ന് കാണുന്ന പൂമ്പാറ എന്ന ഗ്രാമത്തിൻ്റെ മനോഹരമായ വിദൂര ദൃശ്യമാണ്. ഒരു പെയിൻറ്റിങ് പോലെയില്ലേ? ഈ വീടുകളിലൊന്നിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് താമസിക്കാൻ പറ്റിയാൽ എങ്ങനെയായിരിക്കും അല്ലേ? ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? മുന്നിൽ കാണുന്ന ബോർഡിൽ കൊടൈക്കനാൽ ലെഫ്റ്റ് 18 കിലോമീറ്റർ, മന്നവന്നൂർ 13, പൂണ്ടി 20, കൂക്കൽ 16 കിലോമീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മന്നവന്നൂർക്ക് പോകാനായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ നമുക്ക് മന്നവന്നൂരും പൂണ്ടിയും കൂക്കലും എല്ലായിടത്തും പോകണം കേട്ടോ. വീണ്ടും മുന്നിലൊരു ബോർഡ് കണ്ടു. കൊടൈക്കനാലും ഡിണ്ടിഗലും കിലവറയും ലെഫ്റ്റാണ്, കൂക്കൽ റൈറ്റാണ് കേട്ടോ. അതിരാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളുടെ തിരക്കാണ് റോഡരികിൽ മുഴുവനും. ഇതാണ് പൂമ്പാറ സിറ്റി. മുന്നിൽ കാണുന്ന ഇന്നോവയിൽ പൂമ്പാറ ഗ്രാമം കാണിക്കാൻ കൊണ്ടുവന്ന ടൂറിസ്റ്റുകളാണ് കേട്ടോ ഫുള്ളും. അപ്പോൾ അവിടെ നമ്മൾ ഓരോ പാക്കേജ് എടുക്കുകയാണെങ്കിൽ കൊടൈക്കനാലിന് തന്നെ അവർ നമ്മളെ പൂമ്പാറ വില്ലേജ് കാണിക്കാനായിട്ട് കൊണ്ടുവരും. അല്ലാതെ പൂമ്പാറ സ്റ്റേ ചെയ്യണമെങ്കിൽ അങ്ങനെയും ആക്കാം. ഇതാണ് കേട്ടോ പൂമ്പാറ സിറ്റി സെൻറ്റർ. കുറച്ച് 2 നില വീടുകളൊക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ട ചെറിയ വീടുകളെല്ലാം ഗ്രാമത്തിലെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വീടുകളൊക്കെ കാണാം. വഴി നിറയെ പണിക്ക് പോകുന്ന ആളുകളുടെ തിരക്കാണ്. കുറച്ച് നല്ല രീതിക്ക് തണുപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും കമ്പിളിയും പിന്നെ സ്വെറ്ററും ജാക്കറ്റ്സും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ പൂമ്പാറ എന്ന് പറഞ്ഞ ഈ മനോഹരമായ ഗ്രാമത്തോട് നമ്മൾ ഗുഡ് ബൈ പറയാണ്. മുന്നിൽ ചെറിയ ചെറിയ റോഡുകളാണ്. റോഡ് സൈഡിൽ നിറയെ കെട്ടിടങ്ങളുണ്ട്. റോഡിൽ പണിക്ക് പോകുന്ന ആളുകളുടെ തിരക്കാണ്. സിമൻ്റ് ഇട്ട റോഡുകളാണ്. വഴിയരികിൽ കുതിരകൾ ധാരാളമായി ഉണ്ട്. ചില കുതിരകൾ വളർത്തുന്നതാണ് കേട്ടോ. ചിലത് ഇങ്ങനെ കാട്ടിലെ പോലെ മേഞ്ഞ് നടക്കുന്നതാണ്. ഇവിടെ സൈഡിൽ 2 നില വീടുകളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഗ്രാമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന വീടുകളാണ്. ഒരേപോലെ പല പല കളറിൽ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വീടുകൾ, അതിനോട് ചേർന്നിട്ടുള്ള കൃഷിയിടങ്ങൾ. അതാണ് പൂമ്പാറ. ചെറിയൊരു ഗ്രാമമാണ് പൂമ്പാറ. കുറച്ച് ആളുകളേ ഉള്ളൂ. ഒരുപാട് ജോലിക്ക് പോകുന്ന ആളുകളെ നമുക്ക് വഴിയിൽ കാണാം. ഇവരെല്ലാവരും എങ്ങോട്ടാണ് പണിക്ക് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ചിലപ്പോൾ താഴ്വാരങ്ങളിലുള്ള കൃഷിത്തോട്ടങ്ങളിലേക്കായിരിക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മെയിൻ റോഡിലെത്തി. മന്നവന്നൂരിലേക്കാണോ കൂക്കലിലേക്കാണോ എന്ന് ആലോചിക്കുകയാണ്. മന്നവന്നൂരിലേക്കാണ് നേരെ സ്ട്രെയിറ്റ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ മന്നവന്നൂരിലെ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.